നമസ്കാരം. 2016 ഏപ്രിൽ 4 ചെന്നൈയിലെ ഈഞ്ചമ്പക്കത്തുള്ള ഹനുമാൻ കോളനിയിൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ആളുകൾ എത്തിയിരിക്കുകയാണ്. ഒരു മോഷണത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് അവരവിടേക്ക് എത്തിയത്. അതൊരു പോഷ് കോളനിയാണ്. വലിയ വീടുകളാണ് അവിടെയുള്ള എല്ലാം. പണക്കാരുടെ ഒരു ഏരിയ എന്ന് പറയാം. ആ ഏരിയയിൽ നിന്ന് ഒരു കോള് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ ഉടൻ പോലീസ് എത്തും. പോലീസ് പക്ഷേ ഇപ്പൊ എത്തിയത് അവിടെയുള്ള ആ പോഷ് കോളനിയിലെ അത്ര വലിപ്പമില്ലാത്തൊരു വീടിന്റെ അടുത്താണ്. പോലീസ് ആ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ആളുകൾ നിൽപ്പുണ്ട്. അത്ര പോഷല്ലാത്ത ഒരു സാധാരണ വീടിന്റെ മുന്നിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ആ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ പോലീസിന് ആ വീടിന്റെ അവസ്ഥ മനസ്സിലായി. ആ വീടിന്റെ വാതിൽ ബലമായി പൊളിച്ചിരിക്കുകയാണ്. വാതിൽ പൊളിച്ചപ്പോൾ സമീപത്തെ ചുമരിന്റെ ഒരു പാർട്ടും അടർന്നിട്ടുണ്ട്. അവിടെ ആ വീടിന്റെ മുന്നിൽ ആ വീടിന്റെ ഉടമസ്ഥനുണ്ട്. അയാളുടെ പേര് സ്റ്റീഫൻ എന്നാണ്. സ്റ്റീഫൻ പോലീസിനെ കണ്ടതും കാര്യം പോലീസിനോട് പറഞ്ഞു. സാർ, ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. പോലീസ് സ്റ്റീഫൻ പറഞ്ഞ കാര്യം കേട്ടതും വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്ത് അലമാരകളും മേശകളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഒരു കാര്യമായ മോഷണം അകത്ത് നടന്നിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. സ്റ്റീഫൻ, ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സർ, ഉണ്ട് സർ. എൻ്റെ ഈ അലമാരയിൽ 40 പവൻ സ്വർണവും 20 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. അതാണ് മോഷണം പോയിരിക്കുന്നത്. സ്റ്റീഫൻ പറഞ്ഞ ആ സ്വർണത്തിന്റെ അളവും ആ പണവും പോലീസുകാരെ ഒന്ന് അതിശയിപ്പിച്ചു. ഒരു സാധാരണ വീടാണത്. ആ വീട്ടിനകത്ത് 20 ലക്ഷം രൂപയൊക്കെ ക്യാഷായി സൂക്ഷിക്കത്തക്ക ഒരു ചുറ്റുപാടൊന്നും സ്റ്റീഫനെ കണ്ടിട്ട് തോന്നുന്നില്ല. എന്തായാലും പോലീസ് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാതെ ആ മോഷണവുമായി ബന്ധിപ്പിച്ചുള്ള വിവരശേഖരണത്തിലേക്ക് കടന്നു. ഫോറൻസിക് വിഭാഗവും അതുപോലെ ഡോഗ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തി. വിരലടയാള വിദഗ്ധർ ആ വീട് മുഴുവൻ അരിച്ചു പറക്കി തുടങ്ങി. അവിടെ മുഴുവൻ അരിച്ചു പറക്കിയ ഫോറൻസിക് ടീമിന് അകത്തുനിന്ന് പ്രത്യേകിച്ച് അടയാളമൊന്നും കിട്ടിയില്ല. ഫോറൻസിക്കാർ അവിടെ അരിച്ചു പറക്കുമ്പോൾ സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞു, സാർ, ഇവിടെ CCTV ഉണ്ട് സാർ. ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ആ വീട്ടിലെ CCTV അവിടെ നടന്ന മോഷണം ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ആ വീടിന്റെ പുറത്ത് മുഖംമൂടി ധരിച്ച് ഗ്ലൗസ് ധരിച്ച് 3 ആളുകളെ കാണാം. അവർ ആ വീടിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നതും വിഷ്വലിൽ വ്യക്തമാണ്. കുറച്ചു നേരത്തിന് ശേഷം അവർ 3 പേരും വീടിനകത്തേക്ക് കയറുന്നതും കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും വിഷ്വൽ പതിഞ്ഞിട്ടുണ്ട്. അവര് ആ ഹനുമാൻ കോളനിയിലെ ഇടതുവശത്തെ റോഡിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. പോലീസ് ആ വഴിയെ പിന്തുടർന്നു. അവിടെ പോഷ് വീടുകളാണ്. പല വീടുകളിലും CCTV ഉണ്ട്. പോലീസ് ആ CCTV ക്യാമറകളിലെ വിഷ്വലുകൾ ഒന്നൊന്നായി പരിശോധിച്ചു തുടങ്ങി. ആദ്യത്തെ ദിവസം പരിശോധന പൂർത്തീകരിച്ചിട്ടും ആ മുഖംമൂടിധാരികളുടെ മുഖം കാണാൻ പോലീസിന് പറ്റിയില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം ഏകദേശം സന്ധ്യയോടടുത്തായപ്പോൾ 32ാമത്തെ വിഷ്വലിൽ നിന്ന് പോലീസിന് അതിൽ ഒരാളുടെ മുഖം കാണാൻ പറ്റി. അയാള് റോഡിലേക്ക് കടക്കും മുമ്പ് മുഖംമൂടി ഒന്ന് വലിച്ചു പൊക്കിയതാണ്. ആ വിഷ്വല് കണ്ട സ്റ്റീഫൻ ഉടൻ പോലീസിനോട് പറഞ്ഞു, സാർ, ഇവൻ എന്റെ ഡ്രൈവറാണ് അനന്തൻ. അനന്തൻ എവിടെയാണ് താമസിക്കുന്നതെന്നും കൃത്യമായിട്ട് സ്റ്റീഫൻ അറിയാം. പോലീസിന് അനന്തനെ പോക്കാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അനന്തനെ കിട്ടിയതും അനന്തന്റെ 2 കൂട്ടാളികളെ പോലീസ് വേഗം പോക്കി. അനന്തന്റെ കൂട്ടുകാരൻ ബാലാജിയും നേരത്തെ ഈ സ്റ്റീഫന്റെ ഡ്രൈവറായിരുന്നു. അവർക്ക് പുറമെ മറ്റൊരു കക്ഷി കൂടി ഉണ്ട്. അയാളുടെ പേര് സതീഷ് കുമാർ എന്നാണ്. അയാളൊരു BTech ഗ്രാജുവേറ്റ് ആണ്. ആ 3 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും പോലീസ് അവരെ ചോദിച്ചു തുടങ്ങി. തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് ബോധ്യമായതും 3 പേരും കുറ്റം സമ്മതിച്ചു. സാർ, ഞങ്ങള് മോഷണം നടത്തി. മോഷണം നടത്താൻ ഞങ്ങൾക്ക് കാരണമുണ്ട്. എന്ത് കാരണം? സാർ, ഞാന് ചീഫ് സാറിന്റെ കീഴിൽ ജോലി തുടങ്ങിയിട്ട് കുറേ നാളായി. ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് 10,000 രൂപയാണ് ശമ്പളം. സർ, ഇപ്പോഴും 10,000 രൂപയാണ്. 1 രൂപ പോലും കൂട്ടിത്തരുന്നില്ല. ഈ പണം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല സാർ. ആ പണം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി കളഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും ജോലിക്ക് പോകണം. വീട് കുത്തി തുറന്ന് മോഷിക്കാണോ വേണ്ടത്? പോലീസിന് അങ്ങനെ ചോദിക്കാനാണ് ആദ്യം തോന്നിയത്. ആട്ടെ, ഈ 40 പവൻ സ്വർണം നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? സാർ, ഞങ്ങൾ 40 പവൻ എടുത്തില്ല, 20 പവന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റീഫൻ പറഞ്ഞത് 40 പവൻ ഉണ്ടെന്നാണല്ലോ. അത് മാത്രമല്ല, അവിടുന്ന് 20 ലക്ഷം രൂപ എടുത്തെന്നല്ലേ പറഞ്ഞ്? സാർ, 20 ലക്ഷം രൂപയില്ലായിരുന്നു സാർ, ആകെ 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പണം എടുത്തിട്ട് കള്ളം പറയുന്നു. 20 ലക്ഷം രൂപയും 40 പവൻ സ്വർണവും കളവുപോയി എന്നാണല്ലോ സ്റ്റീഫൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൊഴി. സ്റ്റീഫൻ എന്തായാലും കള്ളം പറയില്ല സാർ. അയാൾ കള്ളമേ പറയൂ സാർ. അങ്ങനെ പറഞ്ഞു പോയത് സതീഷാണ്. സതീഷ് കുമാർ അങ്ങനെ പറഞ്ഞതും ബാലാജിയും അനന്തനും നിശബ്ദരായി. അവർ 2 പേരും പെട്ടെന്ന് അറിയാതെ തറയിലേക്ക് നോക്കിപ്പോവുകയാണ്. അനന്തനും ബാലാജിയും പെട്ടെന്ന് തറയിലേക്ക് നോക്കുന്നുണ്ടെന്നും പോലീസിന് ആ നോട്ടത്തിൽ ഒരു അസ്വാഭാവികത തോന്നി. പോലീസ് സതീഷ് കുമാറിനെ അവിടെ നിന്ന് എണീപ്പിച്ച്
മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞു, സതീഷ്, നീ ഒരു ബിടെക് ഗ്രാജുവേറ്റാണ്. ഇതുപോലുള്ള മോഷണങ്ങളൊക്കെ നടത്താൻ നിനക്ക് നാണമൊന്നുമില്ലേ? സാർ, എൻ്റെ സുഹൃത്താണ് ബാലാജി. ബാലാജി വിളിച്ചപ്പോൾ ഞാൻ കൂടി ചെന്നതാണ്. സതീഷ്, അത് വിട്. നീ ആ സ്റ്റീഫനെ കുറിച്ച് ഒരു വാചകവും പറഞ്ഞല്ലോ. അയാള് സത്യം പറയാനുള്ള സാധ്യതയില്ല എന്ന ശൈലിയിലാണല്ലോ നീ ആ വാചകം പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? സാർ, അപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. സതീഷ്, നീ ഒളിക്കാനൊന്നും ശ്രമിക്കണ്ട. നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിന്നെ ഞങ്ങൾ ഈ കേസിൽ അധികം ബുദ്ധിമുട്ടിക്കില്ല. എന്തായാലും സ്റ്റീഫൻ കള്ളം പറഞ്ഞു എന്ന് നീ പറഞ്ഞു. എന്താണ് സ്റ്റീഫൻ പറഞ്ഞ കള്ളം? അത് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും സതീഷ് കുമാർ അല്പനേരം ഒന്ന് ആലോചിച്ചിരുന്നിട്ട് പോലീസിനോടായി പറഞ്ഞു, സർ, കഴിഞ്ഞ വർഷം, അതായത് 2015 ഏപ്രിൽ 19 ഏകദേശം വൈകുന്നേരം 6 മണിയോട് അടുപ്പിച്ച് നമ്മുടെ 1000 ലൈറ്റ്സ് മേഖലയിൽ ഒരാള് ബൈക്കിൽ നിന്ന് വീണ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജോൺ എന്നാണ്. ആ ജോണ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ട്. അവൻ പറയുന്ന കാര്യം കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ മുഖത്തോട് ഒന്ന് നോക്കി. അല്ല, ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്നതും ഈ സ്റ്റീഫൻ നുണ പറയുന്ന തമ്മിൽ എന്താണ് ബന്ധം? സാർ, ആ ജോൺ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ജോൺ ബൈക്കിൽ യാത്ര ചെയ്യാൻ. അതിനെന്താ, ചിലപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോഴായിരിക്കും ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക. സർ, അതല്ല സർ പ്രശ്നം. ഈ ജോണിന്റെ തൊട്ടുപുറകെ ഞാനും ബാലാജി ഉണ്ടായിരുന്നു. അങ്ങനെ സതീഷ് പറഞ്ഞതും പോലീസിന്റെ മുഖത്ത് ഒരു ആകാംക്ഷ ഉണ്ടായി. അവന്റെ സംഭാഷണത്തിൽ ഇടപെടാതെ അവനെ കൗതുകത്തോട് നോക്കുമ്പോൾ സതീഷ് പോലീസിനോട് പറഞ്ഞു, സർ, അവിടെ 1000 ലൈറ്റ്സിൽ ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ജോണിന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്നു. ട്രാഫിക് ലൈറ്റ് ഓൺ ആയതും ഞാൻ എൻ്റെ കയ്യിലിരുന്ന കുട കൊണ്ട് ജോണിൻ്റെ പുറത്തുനിന്ന് കുത്തി. ഞങ്ങൾ അതിനുശേഷം ജോണിനെ കടന്നങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ കുറച്ചു ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജോൺ റോഡ് സൈഡിൽ വീണ് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ബൈക്കിൽ നിന്ന് ജോൺ വീണിരിക്കുകയാണ്. ആളുകളൊക്കെ വാഹനങ്ങൾ നിർത്തി ജോണിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതും ഞങ്ങൾ കണ്ടിരുന്നു. സർ, പിറ്റേന്ന് ഞങ്ങൾ അറിഞ്ഞു ജോൺ മരിച്ചുപോയെന്ന്. സതീഷ് പറയുന്ന കാര്യത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് പോലീസിന് തോന്നുന്നുണ്ട്. എന്തായാലും എന്താണ് ആ ദുരൂഹത എന്ന് ചോദിച്ചാൽ പോലീസിന് അറിയില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ സതീഷിനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞു വരുന്നത്? നീ ആ കുട കൊണ്ട് കുത്തിയത് കൊണ്ട് ആ ആള് മരിച്ചു എന്നാണോ പറയുന്നത്? സാർ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആ കുട കൊണ്ട് കുത്തിയതിന് ശേഷമാണ് അയാൾ വീണത്. അക്കാര്യം എനിക്കറിയാം. അങ്ങനെ സതീഷ് പറഞ്ഞതും പോലീസ് സതീഷിനോട് ചോദിച്ചു, അല്ല, ഇതും സ്റ്റീഫനും തമ്മിൽ എന്താ ബന്ധം? സാർ, ആ സ്റ്റീഫനാണ് സാർ ഈ കുട എനിക്ക് നൽകിയത്. ഈ കുട കൊണ്ട് ജോണിനെ കുത്തണമെന്ന് പറഞ്ഞതും സ്റ്റീഫനാണ്. സതീഷ് പറഞ്ഞ ആ ഡയലോഗ് സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാക്കി. ഇപ്പൊ എല്ലാവരും സതീഷ് ചുറ്റുമായിരിക്കുകയാണ്. സതീഷ് ഒരു കഥ പറയും പോലെ കാര്യങ്ങൾ പറയുകയാണ്. നീ പറയുന്നത് ജോണിനെ കുത്താനായിട്ട് കുട സ്റ്റീഫൻ നിനക്ക് നൽകിയെന്നാണോ? അതെ സാർ, സ്റ്റീഫൻ നൽകിയ കുട ഉപയോഗിച്ച് ഞാൻ ജോണിനെ കുത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ സ്റ്റീഫൻ എൻ്റെ കയ്യിൽ നിന്ന് ആ കുട തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. ഈ കഥ കേട്ട പോലീസുകാർ മുഖത്തോട് പോകുന്ന നോക്കുമ്പോൾ സതീഷ് പോലീസിനോട് പറഞ്ഞു, സർ, ഇത് കഴിഞ്ഞ് ഈ സ്റ്റീഫൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കയ്യിൽ ആ കുട നൽകി. അന്നും ഞാനും ബാലാജിയും കൂടെ തന്നെയാണ് ആ കുടയുമായി പോയത്. അന്ന് ബൈക്കിലിരുന്ന ആളിനെ പുറകിൽ നിന്ന് കുത്താനാണ് പോയത്? അല്ല സാർ, അന്ന് ഞങ്ങൾ പോയത് ഒരു വീട്ടിലേക്കാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ജനാല തുറന്നു കിടക്കുകയാണ്. ആ ജനാലയിൽ കൂടി കട്ടിൽ കിടക്കുന്ന ആളുടെ പുറത്ത് ഞങ്ങൾ ആ കുട കൊണ്ട് കുത്തി. ഏത് വീട്ടിലാണ് ആളുടെ പുറത്ത് നിങ്ങൾ കുത്തിയത്? സാർ, 2015 മെയ് 17 ഉത്തരാമേരിലുള്ള ഒരു ശ്രീധരന്റെ വീട്ടിൽ ചെന്നിട്ട് ശ്രീധരനെയാണ് ഞങ്ങൾ കുത്തിയത്. ഇടേ, നീ പറയുന്ന കാര്യം ഞങ്ങൾക്കൊണ്ട് മനസ്സിലാവുന്നില്ലല്ലോ സർ. സർ, എനിക്കും മനസ്സിലായില്ല. പിറ്റേന്ന് ശ്രീധരൻ മരിച്ച വാർത്ത അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനും ബാലാജി ഞെട്ടിയത്. ഞങ്ങൾ ആ കുട കൊണ്ട് കുത്തിയിട്ട് തിരിച്ച് സ്റ്റീഫൻ അടുത്ത് വരുമ്പോൾ സ്റ്റീഫൻ കുട ഞങ്ങളുടെ നിന്ന് വാങ്ങുകയും ചെയ്തു. അല്ല, ശ്രീധരൻ മരിച്ചത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സർ, പിറ്റേന്ന് രാവിലെ ശ്രീധരൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും ശ്രീധരന്റെ ഭാര്യയാണ് അയൽക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ശ്രീധരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ശ്രീധരൻ മരിച്ചു എന്ന് മനസ്സിലായതും ശ്രീധരനെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. സർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് ശ്രീധരൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്നാണ് ഭാര്യയോട് പറഞ്ഞത്. ഒരു കഥ ഇത് രൂപപ്പെട്ട് വരികയാണ്. നീ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്റ്റീഫൻ നൽകിയ കുട കൊണ്ട് നീ കുത്തിയത് കൊണ്ടാണ് ശ്രീധരൻ മരിച്ചതെന്നാണോ? സർ, എനിക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയില്ല. പക്ഷേ ഞാൻ കുട കൊണ്ട് കുത്തിയതിന് ശേഷമാണ് ശ്രീധരൻ മരിച്ചത്. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ശ്രീധരൻ മരിക്കുന്നതിന് മുമ്പാണ് ശ്രീധരൻ അയാൾ കുത്തിയെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ആ കുത്തിയത് കൊണ്ടാണോ മരിച്ചതെന്ന് ചോദിച്ചാൽ സതീഷിന് പറയാൻ മറുപടിയില്ല. സർ, ഞാനിത് തീർത്തിങ്ങനെ പറയാൻ കാര്യം പിന്നീട് ഒരിക്കൽ കൂടി ഇത് സംഭവിച്ചതുകൊണ്ടാണ്.
അതെവിടെ? എന്നാ സംഭവിച്ചത്? സർ, അത് മടിപ്പക്കത്ത് ഒക്ടോബർ 10 ഹെൻറി എന്ന ആളുടെ വീട്ടിലാണ് സംഭവിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റീഫൻ നൽകിയ കുടയുമായി രാത്രി 10:45 ആ വീടിൻ്റെ പരിസരത്ത് എത്തിയത്. ഞങ്ങൾ അല്പനേരം അവിടെ കാത്തു നിന്നപ്പോൾ വീട്ടിലെ ലൈറ്റൊക്കെ അണഞ്ഞു. ലൈറ്റെല്ലാം അണഞ്ഞെന്ന് ഉറപ്പായതും ഞങ്ങൾ നടന്ന് ഹെൻറിയുടെ വീടിൻ്റെ അടുത്തെത്തി. അവിടെ ജനാല തുറന്നു കിടപ്പുണ്ടായിരുന്നു. ആ ജനാലയിൽ കൂടി കുട അകത്തേക്കിട്ട ഞാൻ ഹെൻറിയുടെ പുറത്ത് കുത്തിയായിരുന്നു. അതിനുശേഷം കുട പിൻവലിച്ച് ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ റോഡിലെത്തി തിരിച്ച് സ്റ്റീഫൻ്റെ അടുത്ത് മടങ്ങിയെത്തി ആ കുട സ്റ്റീഫന് കൊടുത്തു. സർ, പിറ്റേന്ന് ഞാൻ ആ വാർത്ത അറിഞ്ഞു, ഹെൻറി മരിച്ചു എന്നുള്ള കാര്യം. രാവിലെ ഹെൻറിക്ക് അനക്കമില്ലാതെ കണ്ടതും ഹെൻറിയുടെ ഭാര്യ ഹെൻറിയെ ഹോസ്പിറ്റലിൽ നാട്ടുകാരുടെ സഹായത്തോടെ കൊണ്ടുപോയിരുന്നു. ഹോസ്പിറ്റലുകാരാണ് ഹാർട്ട് അറ്റാക്ക് മൂലം ഹെൻറി മരിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേട്ടത് പോലീസ് ചോദിച്ചു, അല്ല ഹെൻറിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? സർ, ഹെൻറിയുടെ ബോഡി മാത്രമല്ല, ആദ്യം മരിച്ച ജോണിനെയും ശ്രീധരനെയും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ആ ഓരോ അസ്വാഭാവിക മരണങ്ങൾക്ക് ശേഷവും ഹോസ്പിറ്റൽ അധികാരികൾ ആ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു എന്നുള്ള കാര്യം പോലീസിന് ഒരു വല്ലാത്ത അതിശയം ഉണ്ടാക്കുകയാണ്. സതീഷ് പറയുന്നത് പോലെ ആ കുട കൊണ്ട് കുത്തിയപ്പോൾ എന്തെങ്കിലും വിഷം ശരീരത്തിൽ കലർന്നിട്ടാണ് ആ ആളുകൾ മരിച്ചതെങ്കിൽ ഉറപ്പായും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടേഴ്സ് അത് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യും. ആ വിവരം അറിയാവുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ മരണം നടന്ന സ്ഥലങ്ങൾക്ക് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടു. 2015 ഏപ്രിൽ 19, 2015 മെയ് 17, 2015 ഒക്ടോബർ 10 ഈ 3 ദിവസങ്ങളിലും 3 വ്യത്യസ്ത സ്റ്റേഷൻ പരിധികളിലായി 3 മരണങ്ങൾ നടന്നിരിക്കുകയാണ്. ആ 3 മരണവും സംഭവിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് മരിച്ച ആളിന്റെ ബന്ധുക്കളൊക്കെ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ 3 ബോഡികളും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അസ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ ആ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥർ അതാത് സ്റ്റേഷനുകളിൽ അന്വേഷിച്ചെത്തി. സതീഷ് പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നാണല്ലോ അറിയേണ്ടത്. അവിടെ നിന്ന് അവർ ആ റിപ്പോർട്ട് ശേഖരിച്ചു. അവിടുത്തെ പോലീസിനെ അതിശയിപ്പിച്ചുകൊണ്ട് ആ 3 സ്റ്റേഷനിലും അതാത് മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ട്. ആ റിപ്പോർട്ടുകളിലൂടെ കടന്നുപോയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ 3 റിപ്പോർട്ടിലും ഒരു കാര്യം ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായി മനസ്സിലാവും. ശരിക്കും അത് അണ്ടർലൈനിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മരിച്ച ജോണ് മരണപ്പെട്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. അയാളുടെ ഹൃദയം പെട്ടെന്ന് സ്തംഭിക്കുകയായിരുന്നു. ആ ഹൃദയസ്തംഭനത്തിൽ അയാൾ മരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശം ഉണ്ടായിരുന്നു. ആ സയനൈഡ് വിവിധ രാസവസ്തുക്കളുമായി കൂട്ടിക്കലർന്ന് ഒരു ചെറിയ അളവിലാണ് ശരീരത്തിൽ കയറിയിരുന്നത്. ആ സയനൈഡിന്റെ കോമ്പിനേഷനോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കുറിച്ചിരിക്കുന്നത്. ആ ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ആരും തുനിയാതിരുന്നത് കൊണ്ട് ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പൊടി പിടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ശ്രീധരന്റെ മരണം. ശ്രീധരന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതേ ശൈലിയില റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ശ്രീധരൻ മരിച്ചതും ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. അയാളുടെ ഹൃദയം സ്തംഭിക്കുന്നതിന് മുന്നേ അയാളുടെ ശരീരത്തിൽ ഒരു അന്യപദാർത്ഥം കടന്നിട്ടുണ്ട്. ഒരു അന്യപദാർത്ഥം എന്ന് പറയാൻ പറ്റില്ല, ഒരു കോമ്പിനേഷൻ ഓഫ് പദാർത്ഥം കടന്നിരിക്കുന്നത്. ആ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസിൽ ഒരെണ്ണം സൈനൈഡാണ്. അതാണോ ശ്രീധരന്റെ ഹൃദയസ്തംഭനത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും ഡോക്ടർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. 3ാമത്തെ റിപ്പോർട്ടും അതുപോലെ തന്നെയാണ്. ഈ 2015 ഒക്ടോബറിലെ ഹെൻറിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതേ ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. ഹെൻറി മരിച്ചതും ഹൃദയസ്തംഭനം മൂലമാണ്. ആ ഹൃദയസ്തംഭനം നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അയാളുടെ ബോഡിയിൽ സൈനൈഡ് കലർന്ന കെമിക്കലുകൾ കയറിയിട്ടുണ്ട്. 3 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും ഒരേ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അത് ഉറപ്പായതും സതീഷ് പറഞ്ഞ ആ മൊഴികൾ പോലീസ് ഒരിക്കൽ കൂടി പരിശോധിച്ചു. ജോണിന്റെ മരണമാണ് ആദ്യത്തത്. ജോണിന്റെ ശരീരത്തിൽ കുട കൊണ്ട് സതീഷ് കുത്തുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ജോണിന്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകിട്ട് 6:10 കുട കൊണ്ട് കുത്തി 10 മിനിറ്റിനകം ജോൺ മരണപ്പെട്ടിരിക്കുകയാണ്. 2ാമത്തെ കക്ഷി ശ്രീധരനാണ്. ശ്രീധരന്റെ വീട്ടിൽ ബാലാജിയും അതുപോലെ സതീഷും കൂടി എത്തി ശ്രീധരന്റെ പുറത്ത് കുട കൊണ്ട് കുത്തുന്നത് രാത്രി കൃത്യം 11 മണിക്കാണ്. മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 11:10. പിറ്റേന്ന് രാവിലെയാണ് ശ്രീധരന്റെ ബോഡി നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഭാര്യ
ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് മരണം എപ്പോൾ സംഭവിച്ചു എന്ന് കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. മൂന്നാമത്തതും അതുപോലെ തന്നെയാണ്. സതീശന്റെ മൊഴി അനുസരിച്ച് കുടകൊണ്ട് കുത്തി 10 മിനിറ്റിനകം അവിടെയും മരണം നടന്നിരിക്കുകയാണ്. 3 മരണവും കുടകൊണ്ട് കുത്തി 10 മിനിറ്റിനകം നടന്നിരിക്കുന്നു. അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കിട്ടിയിരിക്കുന്നത്. അവർ ഉടൻ തന്നെ മേലധികാരികൾക്ക് വിവരമറിയിച്ചു. ഡിവൈഎസ്പിയും എസ്പിയും IG ഉൾപ്പെടെ ഒരു വൻ ടീം ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങി. അമ്പരപ്പിക്കുന്ന ഇൻഫർമേഷനാണ്. അവർക്ക് സ്റ്റീഫനാണ് ആദ്യമായി പരാതി കൊടുത്തത്. സ്റ്റീഫന്റെ വീട്ടിൽ മോഷണം നടന്നുവെന്ന്. ആ മോഷണവുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണത്തിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി ഈ വിവരങ്ങളുടെ സത്യസന്ധത കുറെ കൂടി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അതിന് ആദ്യമായി ഈ സ്റ്റീഫൻ ആരാണ്, എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. പോലീസ് സ്റ്റീഫൻ അറിയാതെ സ്റ്റീഫന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചികഞ്ഞു തുടങ്ങി. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന പോലീസ് പ്രധാനമായി ഊന്നൽ കൊടുത്തത് ഈ മരണങ്ങളും സ്റ്റീഫൻ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന അന്വേഷണത്തിനാണ്. ആദ്യമായി അവര് സ്റ്റീഫന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയത് അയാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാണ്. ആ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അയാള് ആ ഹനുമാൻ കോളനിയിലെ മറ്റ് പോഷ് വീടുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു വീടല്ല വെച്ചിരിക്കുന്നത്. അയാളൊരു ചെറിയ വീടാണ്. പക്ഷെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് കാണുന്ന ആരും പറഞ്ഞു പോകും അയാൾക്ക് ഒരു അടിപൊളി വീടിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ പറ്റുമെന്ന്. ഇഷ്ടംപോലെ കാശുണ്ട്. ആ കാശ് എങ്ങനെയാണ് അയാൾക്ക് വന്നത്? ആ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, മറ്റ് പല ഷെയ്ഡി ബിസിനസ്സും അയാൾക്കുണ്ട്. ഷെയ്ഡി ബിസിനസ് ഉണ്ടെന്ന് പോലീസിന് കൺഫേം ആകുന്നത് നേരത്തെ പലതവണ ചെറിയ ചെറിയ കേസുകൾ ഈ സ്റ്റീഫന് മേൽ വന്നിട്ടുണ്ടെന്ന് പോലീസ് റെക്കോർഡുകൾ അവരോട് പറഞ്ഞപ്പോഴാണ്. ആളുകളെ കബളിപ്പിക്കുന്നതിൽ ഒരു വിരുദ്ധ് ഈ സ്റ്റീഫനുണ്ട്. അതുവരെ പോലീസ് കാണാത്ത ചില മുഖങ്ങളൊക്കെ സ്റ്റീഫനുണ്ടെന്ന് പോലീസ് ആ നിമിഷത്തിൽ തിരിച്ചറിയുന്നത്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കേണ്ടത്. ഈ ജോണും സ്റ്റീഫനും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ എന്താണ് കാരണം? ജോണിനെ കൊല്ലാനായി ഈ സതീഷിനെയും ബാലാജിയും എന്തിന് സ്റ്റീഫൻ തിരഞ്ഞെടുക്കണം? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സ്റ്റീഫന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവർ കിട്ടുന്നത്. ഒരു മേരി റോസ്ലിനായിരുന്നു സ്റ്റീഫന്റെ ഭാര്യ. ആ മേരി റോസ്ലിന്റെ സഹോദരനാണ് ജോൺ. മേരി റോസ്ലിനും സ്റ്റീഫനും തമ്മിൽ വേർപിരിഞ്ഞിട്ട് കാലം കുറച്ചായി. അങ്ങനെ വേർപിരിയാനുള്ള കാരണം പോലീസ് അന്വേഷിച്ചറിഞ്ഞപ്പോൾ അത് ജോൺ ആണെന്ന് മനസ്സിലായി. സ്റ്റീഫൻ അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്. നല്ല പണവുമുണ്ട്, വാഹനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി കമ്പനി അടിക്കാൻ അയാൾക്ക് വളരെ എളുപ്പം പറ്റും. അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ അളിയനായ ജോൺ കാണുകയും ജോൺ ആ വിവരം സഹോദരിയായ മേരിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മേരി റോസ്ലിനും സ്റ്റീഫനും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായപ്പോൾ മേരി സ്റ്റീഫനോട് ജോണാണ് തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുകയും ചെയ്തു. ആ വിവരങ്ങൾ പോലീസ് കളക്ട് ചെയ്തത് സാക്ഷാൽ മേരി റോസ്ലിന്റെ അടുത്ത് തന്നെയാണ്. മേരി റോസ്ലിന് ഭർത്താവായ സ്റ്റീഫനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾക്ക് വഴിവിട്ട ജീവിതമുണ്ടെന്ന് മേരിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ അവൾ തീർത്തു പറഞ്ഞതും പോലീസ് അവരോട് ചോദിച്ചു, അല്ല മേരി, ശരിക്കും ഈ ജോൺ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെങ്കിലും? ഏയ്, അങ്ങനെയൊന്നും അല്ല. ഞാൻ സ്റ്റീഫന്റെ ഫോണ് നോക്കിയായിരുന്നു. അതിനകത്ത് ഒരുപാട് പെണ്ണുങ്ങളുടെ നമ്പർ ശേഖരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫോട്ടോസൊക്കെ ഉണ്ട് സാറേ. പലതും പുറത്തു പറയാൻ കൊള്ളാത്ത ഫോട്ടോസൊക്കെയാണ്. അവർ വളരെ അജിറ്റേറ്റഡ് ആയിട്ടാണ് പോലീസിനോട് ആ കാര്യം പറഞ്ഞത്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അനുജനെ സ്റ്റീഫൻ കൊന്നതാണെന്ന്? സാറേ, അയാൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഭർത്താവിനോടുള്ള സകല ദേഷ്യവും മേരി റോസലിന്റെ വാക്കുകൾ ദൃശ്യമാണ്. പക്ഷെ അപ്പോഴും അവർക്കറിയില്ല അവരുടെ സഹോദരൻ ജോണിനെ സ്റ്റീഫൻ കൊന്നതാണെന്ന്. ആ ഒരു ചിന്ത മേരിയുടെ മനസ്സിലേക്ക് വന്നതും അവൾ പോലീസിനോട് ചോദിച്ചു, അല്ല സാർ, ജോണിനെ സ്റ്റീഫൻ കൊന്നതാണോ? ജോണ് ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ആ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരി റോസലിനോട് ആ വിവരം ആരോടും പങ്കുവെക്കരുതെന്ന് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്റ്റീഫന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട്. അക്കാര്യം മേരി റോസലിനെ ചോദ്യം ചെയ്ത ആ നിമിഷത്തിൽ പോലീസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. പോലീസിന്റെ ശ്രദ്ധ രണ്ടാമത് മരിച്ച ശ്രീധരനിലേക്ക് തിരിയുന്നത് ആ നിമിഷത്തിലാണ്. ശ്രീധരൻ മരണപ്പെടാൻ സ്റ്റീഫൻ കാരണമായെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടേ? പോലീസ് ശ്രീധരന്റെ കോൾ ഡേറ്റ റെക്കോർഡ്, അതുപോലെ സ്റ്റീഫന്റെ റെക്കോർഡ് ഒക്കെ പരിശോധിച്ചപ്പോൾ വളരെ വളരെ രസകരമായ ഒരു ഡേറ്റ പോലീസിന് കിട്ടി. ശ്രീധരന്റെ ഭാര്യയെ നിരന്തരമായി ഫോണിൽ വിളിക്കുന്ന ഒരാളാണ് സാക്ഷാൽ സ്റ്റീഫൻ. ശ്രീധരന്റെ കോൾ ഡേറ്റ റെക്കോർഡിൽ നിന്ന് അയാളുടെ ഭാര്യയുടെ ടെലിഫോൺ നമ്പർ എടുത്ത് അത് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തപ്പോഴാണ് പോലീസ് ആ കാര്യം കണ്ടത്. സ്റ്റീഫൻ അങ്ങോട്ടും വിളിക്കും, ശ്രീധരന്റെ ഭാര്യ ഇങ്ങോട്ടും വിളിക്കും.
ഒരുപാട് തവണ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു. ആ സംഭാഷണമാണോ ശ്രീധരന്റെ മരണത്തിലേക്ക് എത്തിച്ചത്? അതറിയാനായിട്ട് പോലീസ് ഒരു മാർഗം കൂടി നോക്കി. ഈ സ്റ്റീഫന്റെ മൊബൈൽ ഫോണിന്റെ ഒരു ടവർ ലൊക്കേഷനാണ് അവർ കളക്ട് ചെയ്തത്. സ്റ്റീഫന്റെ ഫോണ് പലപ്പോഴും ഈ ശ്രീധരന്റെ വീടിരിക്കുന്ന ആ പരിസരത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രീധരന്റെ വീടിനുള്ളിൽ പലപ്പോഴും സ്റ്റീഫൻ ഉണ്ടായിരുന്നിരിക്കുമെന്നാണ്. ശ്രീധരൻ ഇല്ലാത്ത സമയത്ത് ശ്രീധരന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സ്റ്റീഫൻ നാട്ടുകാരുടെ കണ്ണിൽ പെട്ട് കാണും. അവരാരെങ്കിലും ആ വിവരം ശ്രീധരനോട് പറഞ്ഞു കാണും. സ്വാഭാവികമായിട്ടും ശ്രീധരൻ അതിൻ്റെ പേരിൽ ഭാര്യയോട് വഴക്കിട്ട് കാണും. ഭാര്യയ്ക്ക് ഉടൻ ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ. അവൾ ആ വിവരം സ്റ്റീഫനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ശ്രീധരനെ ഒഴിവാക്കാൻ സ്റ്റീഫൻ അങ്ങ് തീരുമാനിച്ചു കാണും. സ്റ്റീഫൻ തൻ്റെ വാടക കൊലയാളികളെ അങ്ങനെയായിരിക്കും രംഗത്തിറക്കിയത്. കഥ പോലീസിന് ഇപ്പം ഏകദേശം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കക്ഷി ഹെൻറിയെ കൊല്ലാൻ സ്റ്റീഫൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? പോലീസ് ഇപ്പോൾ നേരത്തെയുള്ള അന്വേഷണത്തിന്റെ ഒരു ഹാങ് ഓവർ നിൽക്കുന്നതുകൊണ്ട് ഉടൻ തന്നെ ആ മൊബൈൽ ടവർ ലൊക്കേഷനുകളാണ് പരിശോധിച്ചത്. അവിടെയാണ് ശരിക്കും പോലീസ് ഞെട്ടണോ ചിരിക്കണോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിലെത്തിയത്. പലപ്പോഴും സ്റ്റീഫന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഹെൻറിയുടെ വീടിരിക്കുന്ന പരിസരത്ത് കാണും. എന്നാൽ അതേ സമയത്ത് ഹെൻറിയുടെ ഫോണ് സ്റ്റീഫന്റെ വീടിരിക്കുന്ന പരിസരത്തും കാണും. ഇത് കൊള്ളാമല്ലോ. സ്റ്റീഫൻ മേരിയുടെ അടുത്തുനിന്ന് ഹെൻറിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഹെൻറി അയാളുടെ ഭാര്യയുടെ അടുത്തുനിന്ന് മേരിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ സംഭവിക്കൂ? ഒരു വല്ലാത്ത കൺഫ്യൂഷൻ പോലീസിന് സ്വാഭാവികമായിട്ട് തോന്നി. പോലീസ് ഉടൻ തന്നെ മേരിയുടെ കോൾ ഡേറ്റ റെക്കോർഡ് പരിശോധിച്ചു. മേരി റോസലിന്റെ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ മേരി ഹെൻറിയെ അനവധി തവണ വിളിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടു. ഹെൻറി മേരിയെ വിളിച്ചിട്ടുണ്ട്. ഹെൻറിയുടെ ഭാര്യയുടെ ആ കോൾ ഡേറ്റ നോക്കിയപ്പോൾ അവിടെയും രസമുണ്ട്. സ്റ്റീഫൻ പലതവണ ഹെൻറിയുടെ ഭാര്യയെ വിളിച്ചിരിക്കുകയാണ്, തിരിച്ചും വിളിച്ചിരിക്കുകയാണ്. ശരിക്കും പോലീസിനെ പോലെ ചിരിപ്പിക്കുന്ന ശൈലിയിൽ ഒരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മേരി സ്റ്റീഫന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച് പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൾക്ക് ഹെൻറിയോടുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ ഒരക്ഷരം പോലും പോലീസിനോട് പറഞ്ഞിരുന്നില്ല. എന്തായാലും പോലീസ് ആ കാര്യം ഒന്ന് കൺഫേം ചെയ്യാനായി മേരി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. മേരി റോസലിന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും പറയേണ്ടി വന്നു. അവൾക്ക് ഹെൻറിയോട് ഒരു അടുപ്പമുണ്ട്. അവളെ കാണാൻ ഹെൻറി അവളുടെ വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. വളരെ രസകരമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. അത് കേട്ടതും പോലീസ് മേരിയോട് ചോദിച്ചു, അപ്പോൾ ഹെൻറി മരിച്ചത് നിങ്ങളുടെ ഭർത്താവ് കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? സർ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ എന്ന സാഹചര്യത്തിലാണ് ഞാൻ. ഹെൻറി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ഹാർട്ട് അറ്റാക്ക് എൻ്റെ ഭർത്താവിന് ഒരാൾ വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസിന് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും മേരി റോസിൽ നിന്ന് കിട്ടിയതും പോലീസ് സ്വാഭാവികമായിട്ടും കൂടുതൽ അന്വേഷണങ്ങൾക്കൊന്നും നിൽക്കാതെ സ്റ്റീഫനെ അങ്ങ് പോക്കി. സ്റ്റീഫനോട് മോഷണവുമായി ബന്ധിപ്പിച്ച പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സ്റ്റേഷനിൽ വന്ന സ്റ്റീഫനോട് പോലീസ് സംസാരിച്ചു തുടങ്ങി. സ്റ്റീഫൻ, നിങ്ങൾ പറഞ്ഞതുപോലെ 40 പവൻ സ്വർണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കളവ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സർ, അങ്ങ് എന്താ പറയുന്നത്? 40 പവനും മോഷണം പോയതാണ്. പക്ഷെ സ്റ്റീഫൻ, ഞങ്ങൾ നോക്കിയിട്ട് അത് അങ്ങനെ അല്ല. 20 പവനിൽ താഴെ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ 20 ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. 8 ലക്ഷമേ പോയിട്ടുള്ളൂ. അതും കൺഫേം ആണ്. സർ, അങ്ങ് പറഞ്ഞു വരുന്നത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണോ? സ്റ്റീഫൻ, നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് കള്ളങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പോലീസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റീഫന് ഒരു വല്ലാത്ത നടുക്കമുണ്ടാക്കി. സർ, അങ്ങ് എന്താ പറഞ്ഞു വരുന്നത്? സ്റ്റീഫൻ, നിങ്ങൾക്കൊരു ലിസി അറിയോ? ലിസിയോ? ആരാ സർ ആ സ്ത്രീ? സ്റ്റീഫൻ ആ ഫോണിങ് തന്നെ. പെട്ടെന്ന് പോലീസ് അങ്ങനെ ചോദിച്ചതും സ്റ്റീഫന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റീഫന്റെ കയ്യിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ഫോണിങ് വാങ്ങിച്ചു. അത് ലോക്ക്ഡ് ഫോണാണ്. അവനെ കൊണ്ട് തന്നെ ആ ഫോൺ ലോക്ക് തുറപ്പിച്ച പോലീസ് അതിന് പെട്ടെന്ന് ലിസിയുടെ നമ്പർ എടുത്ത് സ്റ്റീഫനെ കാണിച്ചു. സ്റ്റീഫൻ, ഈ നമ്പറിലുള്ള സ്ത്രീയെ അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ നമ്പർ അതിനകത്ത് സേവ്ഡ് ആണ്. ലിസി എന്ന പേര് തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. സ്റ്റീഫന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു നിമിഷം. സ്റ്റീഫൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചതും പോലീസ് സ്റ്റീഫനോട് ചോദിച്ചു, അല്ല സ്റ്റീഫ, ഈ ലിസിയും നീയും തമ്മിലുള്ള അടുപ്പം ഹെൻറി അറിഞ്ഞുകൊണ്ടാണോ നീ ആ ഹെൻറി തട്ടിയത്? സാർ, ഏയ് സ്റ്റീഫൻ, നീ ഒന്നും ഒളിക്കണ്ട. നീ ഹെൻറിയെ മാത്രമല്ല ജോണിനെയും ശ്രീധരനെയും തട്ടിയത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇനി ഒളിക്കാനൊന്നും നിൽക്കണ്ട.
ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറ. പോലീസ് തന്നെ വളഞ്ഞു പിടിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ബോധ്യമായതും സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞു, സർ അതൊന്നുമല്ല കാര്യം. പിന്നെ സർ, അവന് എൻ്റെ ഭാര്യയുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്, ഞാനതെങ്ങനെ കണ്ടുപിടിക്കുക? ഹേയ് സ്റ്റീഫൻ, അവൻ്റെ ഭാര്യയുമായി നിനക്ക് ബന്ധമുണ്ടാക്കാം, നിന്റെ ഭാര്യയുമായി അവൻ ബന്ധമുണ്ടാക്കിയാൽ അത് തെറ്റ്. അതെങ്ങനെ ശരിയാവുക? എല്ലാത്തിനും ന്യായം വേണ്ടേ? അതാണ് പോലീസ് ചോദിക്കുന്നത്. സ്റ്റീഫന് പക്ഷേ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്റ്റീഫൻ ഒരു കാസിനോ ടൈപ്പ് കക്ഷിയാണ്, വിവിധ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കും, അങ്ങനെ കറങ്ങി നടക്കുന്ന കക്ഷിയാണ്. അത് പക്ഷേ തൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും കാണിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള വലിയ മഹാമനസ്കതയൊന്നും സ്റ്റീഫനില്ല. സ്റ്റീഫൻ പോലീസ് എന്ത് പറഞ്ഞിട്ടും അത് സമ്മതിക്കുന്നില്ല. സാർ, എൻ്റെ ഭാര്യയായിട്ട് ആർക്കും ബന്ധം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓഹോ, നിനക്ക് വല്ലവൻ്റെ ഭാര്യയായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല അല്ലേ? പോലീസ് ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റീഫന് മറുപടി പറയാൻ ഒന്നുമില്ല. എന്തായാലും സ്റ്റീഫന് ഒരു കാര്യം ബോധ്യമായി. അവിടെ പിടിക്കപ്പെട്ട ആ 3 കള്ളന്മാരും കാര്യമായിട്ട് അയാളെ ഒറ്റിയെന്നുള്ള കാര്യം. പോലീസ് സ്റ്റീഫനെ കൊണ്ട് നേരെ അയാളുടെ വീട്ടിലെത്തി. നേരത്തെ പോലീസ് ആ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ ആ മോഷണം നടന്നപ്പോൾ. ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഒരു സെർച്ച് വാറണ്ടുമായിട്ടാണ്. ആ വീട് സെർച്ച് ചെയ്ത് തുടങ്ങിയ പോലീസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരെ വീട് മുഴുവൻ അരിച്ചു പറക്കുകയാണ്. അരിച്ചു പറക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പോലീസിന് കിട്ടിയില്ല. പക്ഷേ അവിടെയുള്ള ഒരു പുസ്തക അലമാരയിൽ ഒരു കൗതുകം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾക്ക് തോന്നിയതും അയാൾ ആ അലമാരയെ ഒന്ന് ബലമായി പ്രസ് ചെയ്തു. സിനിമകളിലൊക്കെ കാണും പോലെ ആ അലമാരയ്ക്ക് അകത്തേക്ക് ഒരു മുറിയുണ്ട്, ഒരു രഹസ്യമുറി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ആ രഹസ്യമുറി ഒരു അടിപൊളി ലാബാണ്. ആ ലാബിനകത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്റ്റീഫനെ കൊണ്ട് കടന്നു. അതിനകത്ത് ശരിക്കും ബോട്ടിലുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്, കെമിക്കലുകൾ ഉള്ള ബോട്ടിലുകൾ. എല്ലാത്തിനും പേരൊക്കെ ഉണ്ട്, സൈനൈഡും ഉണ്ട്. അനവധി കെമിക്കലുകൾ കലർത്തി പരീക്ഷിച്ചു നോക്കുന്ന ഒരാളുടെ രീതി അതിനകത്തേക്ക് കടക്കുന്ന ആർക്കും തോന്നും. അങ്ങനെയുള്ള ഒരാൾ അവിടെ പെരുമാറിയ ഒരു രീതി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ നിശബ്ദനായി നിൽക്കുമ്പോൾ പോലീസ് ആ മുറി മുഴുവൻ പരിശോധിച്ചു. അതിനകത്തുനിന്ന് പോലീസിന് ആ കുടയും കിട്ടി, അതിനോടൊപ്പം ലൈസൻസ് ഇല്ലാത്ത ഒരു പിസ്റ്റളും കിട്ടി. പിസ്റ്റളിന്റെ തിരകളും അകത്തുണ്ട്. വേറെയും ഒത്തിരിയേറെ സംവിധാനങ്ങൾ അകത്തുനിന്ന് കിട്ടുകയാണ്. കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടി വളരെ കാര്യമായ റിസർച്ച് തന്നെ അയാൾ ആ ലാബിനകത്ത് നടത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ വലിയ വലിയ ലാബുകളിൽ കാണുന്ന ശൈലിയിലുള്ള എല്ലാ ഉപകരണങ്ങളും ചെറിയ തോതിൽ അതിനകത്തുണ്ട്. സ്റ്റീഫന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തു തന്നെയാണെങ്കിലും ആ മേഖലയിൽ അയാൾ ശരിക്കും ഒരു സയന്റിസ്റ്റ് തന്നെയാണ്. പോലീസ് സ്റ്റീഫന്റെ ആ സാധനങ്ങളൊക്കെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റീഫനുമായി സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. സ്റ്റീഫനെ ചോദിച്ചു തുടങ്ങി, അല്ല സ്റ്റീഫൻ, നിന്റെ ഈ കൂട കൊള്ളാമല്ലോ, നീ ഈ കൂടയുടെ അറ്റം കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് സിറിഞ്ച് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ സാർ. നീ സിറിഞ്ച് പിടിപ്പിക്കുന്ന പദ്ധതി എവിടുന്നാ പഠിച്ചത്? സാർ, അത് സിനിമ കണ്ടിട്ടാണ്. ഒരു റഷ്യൻ ചാരനാണ് യഥാർത്ഥത്തിൽ ഈ അംബ്രല്ലയുടെ അറ്റത്ത് സിറിഞ്ച് പിടിപ്പിക്കുന്ന പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചത്. ബ്രിട്ടന്റെ MI6 ബന്ധപ്പെട്ട ചാരന്മാരെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അയാൾ അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. കുടയുമായി നടക്കുന്ന അയാൾ ആ കുടയുടെ അറ്റത്തെ സ്വിച്ച് അമർത്തുന്നതും ആ കുടയുടെ അറ്റത്തുള്ള സൂചി പെട്ടെന്ന് ആളുടെ പുറത്തേക്ക് ഇടിച്ചു കയറും. ആ നിമിഷത്തിൽ കൊടിയ വിഷം ആ ആളുടെ പുറത്ത് കയറിയിരിക്കും. സിറിഞ്ച് ആ ആളുടെ ശരീരത്തിലേക്ക് കയറി നിമിഷങ്ങൾക്കകം ആ സിറിഞ്ച് തിരിച്ച് കുടയ്ക്കുള്ളിലേക്ക് അങ്ങ് ഒളിക്കുകയും ചെയ്യും. ആ ചാരൻ അങ്ങനെ കൂളായി നടന്നു പോകും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സിനിമകളുണ്ട്. അംബ്രല്ല കില്ലിംഗ് എന്ന ആ ശൈലി പല ചാര സംഘടനകളും വിജയകരമായി ഉപയോഗിക്കുന്നതാണ്. പണ്ട് മുതലേ പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു രീതിയാണത്. ഇവിടെ ആ രീതി സിനിമ കണ്ട് പഠിച്ച സ്റ്റീഫൻ അതീവ മനോഹരമായി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് 1000 ലൈറ്റ്സിൽ പട്ടാപ്പകൽ ജോണിനെ തൻ്റെ സഹായികൾ ഉപയോഗിച്ച് സ്റ്റീഫൻ വകവരുത്തിയത്. സ്റ്റീഫൻ, ഏത് വിഷം ചേർത്താലാണ് മരണം സംഭവിക്കാന്ന് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സാർ, ഞാൻ ഒരുപാട് പഠിച്ചു സാർ. ആളുകളെ കൊന്നതായി ആരും പറയാതിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 3 മരണങ്ങളും ഹാർട്ട് അറ്റാക്കായി രേഖപ്പെടുത്തപ്പെട്ടത്. സർ, അവരുടെ ഹൃദയം സ്തംഭിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടേഴ്സ് മനസ്സിലാക്കാവൂ. അവരുടെ ഹൃദയം സ്തംഭിക്കാനുള്ള ഒരു ചെറിയ ഏർപ്പാട് അത്രമാത്രമേ ഞാൻ അവരുടെ ബോഡിക്ക് കൊടുക്കൂ. അത് സൈനൈഡുമായി ബന്ധപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. നീ ആ കോമ്പിനേഷനൊക്കെ എവിടുന്നാ പഠിച്ചത്? സർ, ഇന്റർനെറ്റല്ലേ സാർ, അതൊക്കെ കിട്ടും. അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞതും പോലീസ് അവന്റെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ ഒന്ന് പരിശോധിച്ചു. ശരിക്കും അവൻ കാര്യമായ ഒരു സെർച്ച് തന്നെ ആ മേഖലയുമായി കണക്ട് ചെയ്ത് നടത്തിയിരിക്കുകയാണ്. ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ ആ കോമ്പിനേഷനകത്തുനിന്ന് സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാതെ പോകും എന്നതാണ് അവൻ അറിയേണ്ടിയിരുന്നത്. എളുപ്പം കൊല്ലാൻ സൈനൈഡാണ് നല്ലത്.
പക്ഷെ ആ സൈനൈഡ് വേഗത്തിൽ ശരീരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടെത്താതിരിക്കാൻ എന്താണ് മാർഗം? അതിനുവേണ്ടി അവൻ നടത്തിയിരിക്കുന്ന സെർച്ച് തന്നെ ഒരു PhD തീസിസിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു പഠിതാവാണ് സ്റ്റീഫൻ. അങ്ങനെ പഠിച്ച് അവൻ ഒരു കോമ്പിനേഷൻ കണ്ടെത്തി. ആ കോമ്പിനേഷൻ ആവശ്യമായ മരുന്നുകളൊക്കെ മുംബൈ ചെന്ന് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ അവൻ വിവിധ ശൈലിയിൽ കമ്പൈൻ ചെയ്ത് അത് പ്രവർത്തിക്കുന്നു ഉറപ്പാക്കാൻ വേണ്ടി സിറിഞ്ചിനകത്ത് ചേർത്ത് ആ സിറിഞ്ച് കുടയിൽ ഫിറ്റ് ചെയ്ത് അതുമായി അവൻ നിരത്തിലോട്ട് ഇറങ്ങുമായിരുന്നു. റോഡിൽ കാണുന്ന പട്ടികളുടെയും പൂച്ചകളുടെയും പുറത്ത് അവൻ വെറുതെ ആ കുട കൊണ്ടൊന്ന് കുത്തും. എന്നിട്ട് മാറി നിൽക്കും. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ആ പൂച്ചയും പട്ടിയൊക്കെ ചത്തു വീണ് കഴിയുമ്പോൾ തൻ്റെ പരീക്ഷണം വിജയിച്ചതിൻ്റെ സന്തോഷം സ്റ്റീഫൻ്റെ മുഖത്ത് വരും. ഒരുപാട് പട്ടികളെയും ഒരുപാട് പൂച്ചകളെയും ആ ശൈലിയിൽ സ്റ്റീഫൻ കൊന്നൊടുക്കിയിരുന്നു. പരീക്ഷണം 100% വിജയമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് സ്റ്റീഫൻ സതീശിനെ ആ ചുമതല ഏൽപ്പിക്കുന്നത്. സതീശനും അതുപോലെ ബാലാജിയും നല്ലൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് അയാൾ ആ 3 കൊലപാതകങ്ങളും നടത്തിയത്. കൊലപാതകികൾ തന്നെ അത് പോലീസിനോട് പറയുമെന്ന് ഒരിക്കലും സ്റ്റീഫൻ കരുതിയിരുന്നില്ല. എന്തായാലും സിനിമകൾ കാണുന്നതുകൊണ്ട് ഈ കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണമുണ്ടെന്ന് അത് കേട്ടപ്പോൾ പോലീസ് മനസ്സിലായി. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ ആ സ്റ്റീഫൻ ആ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്തത്. സ്വന്തം വീട്ടിലെ മോഷണം അയാൾ കണ്ടില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴും സ്റ്റീഫൻ പിടിയിൽ പെടില്ലായിരുന്നു. ആ ഒരു ചിന്തയാണ് ഇപ്പോൾ പോലീസിന്റെ മനസ്സിലുള്ളത്. എന്തായാലും സ്റ്റീഫൻ തന്നെ ഒരു വടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെയായി. ഇതുമായി ബന്ധിപ്പിച്ച വിചാരണകളും മറ്റുമൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ആളുകളുടെ രീതികൾ നമ്മളെ അമ്പരപ്പിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും പത്രങ്ങളിൽ ഒരു വാർത്ത ഫോളോ ചെയ്യുകയാണല്ലോ, ഡാർക്ക് വെബ്സൈറ്റിനെ കുറിച്ച്, അതുവഴി മയക്കുമരുന്ന് വിൽക്കുന്നതിനെ കുറിച്ച്. ഈ ഡാർക്ക് വെബ്സൈറ്റിന്റെ ആശാൻ ഒരു കഥാപാത്രം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ശൈലിയിൽ ഒരു ഡാർക്ക് വെബ്സൈറ്റ് നടത്തിയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായി അവൻ ആ വെബ്സൈറ്റ് വഴി മാറിക്കൊണ്ടിരുന്ന കഥ ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അത് താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഡാർക്ക് വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ മയക്കുമരുന്നുകളാണ് അങ്ങനെ വിറ്റുപോകുന്നതെന്നും നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ആ വീഡിയോയിലുണ്ട്. ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.